ഹായ് ഫ്രണ്ട്സ്, ബിഗിനേഴ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം സമയം ഇപ്പോൾ 5:30 മണിയായി. അപ്പോൾ ഞങ്ങൾ ഒരു യാത്ര പോകാം കേട്ടോ. ഞങ്ങൾ എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല പോണത്, അതുകൊണ്ടാണ് ഇത് അവിടെ ഒരാൾ സാരിയൊക്കെ മാറ്റി സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര പോണത് കോയമ്പത്തൂരേക്കാണ്. 7:30 മണിക്കുള്ള ട്രെയിനിനാണ് പോണത്. അപ്പോൾ അവിടെ എത്തി അവിടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോണത്, എത്രയും നേരത്തെ പോണത്. അപ്പോൾ കോയമ്പത്തൂർ എന്തിനാണ് പോകണമെന്നൊക്കെ ഉള്ളത് വരും വീഡിയോകളിൽ പറയുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്തായാലും ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇപ്പം കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ കോയമ്പത്തൂർ ഇപ്പോൾ ട്രെയിൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി ഇപ്പം കോയമ്പത്തൂരല്ല പോകേണ്ടത്. ആ സ്ഥലത്തിൻ്റെ വരുന്നതിനും മധുകരൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എത്തേണ്ടത്. അവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ ഒന്നുമല്ല, അതായത് അവിടെ വൈവ എക്സാം, അതായത് അവിടെ ഇപ്പം പഠിക്കുന്നത് BEd പഠിക്കുന്നത് ഇവിടെ മധുകരൈ റോയൽ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള കോളേജിലാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് വന്നത്. ഒരുപാട് ലഗേജ് ഉണ്ടല്ലോ, ലഗേജ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവിടേക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകും. എന്തായാലും ബാക്കി രണ്ടാളും കൂടെ കമിതാക്കൾ രണ്ടാളും കൂടെ ഒറ്റയ്ക്ക് കൂട്ടാണ്ട് പോവാന്ന്. അതാ ഓളതാ ഓടുക, ഓട് ഓട് ഓട്. പാവം കഷ്ടപ്പെട്ട് നല്ല ലഗേജൊക്കെ എടുക്കുന്ന ഭർത്താവേ നോക്കൂ, ഭർത്താവ്. ഞങ്ങളിതിപ്പോൾ പുറത്തേക്ക് പോവാണ്. പുറത്തേക്കുള്ള വഴിയാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല മോനെ? ഇതാണ് എക്സിറ്റ്. ഇവിടെ 3 പേര് പോസ്റ്റായി നിൽക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോയമ്പത്തൂരിൻ്റെ ഫ്രണ്ട് ഓഫീസ് ആട്ടോ. അവിടെ നമ്മുടെ കോയമ്പത്തൂർ ജംഗ്ഷൻ സെലിബ്രേറ്റിംഗ് 150 വർഷത്തെ ഒരു എഞ്ചിനൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അടിപൊളി തെറ്റ് തന്നെ കേട്ടോ. ഇതിൻ്റെ കോയമ്പത്തൂരിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ആട്ടോ നമ്മുടെ എൻട്രി. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നവകരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ റേറ്റ് പറഞ്ഞത് 800 റുപ്പീസാണ് നമ്മുടെ റെഡ് ടാക്സിയിൽ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം റെഡ് ടാക്സിയിൽ പോകുന്നില്ല. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പോണത്. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഹോട്ടലാണ്, നല്ല ഫുഡാണ്. നമ്മൾ പ്യൂർ കഴിക്കും. ഫ്രണ്ട്സ്, ഇത് ഇവിടെ മീൽസിൻ്റെ ഇതാണ്. ഇത് പുളിക്കുഴമ്പ്, രസം, മോര്, പുളിക്കുഴമ്പ് നമ്മുടെ നാട്ടിലുള്ള രസമാണ്. ഇത് മോരാണ്. ഫ്രണ്ട്സ്, ഇത് മീൽ സെക്ഷൻ ആട്ടോ. ഈ സെക്ഷനിൽ മറ്റവരെ രണ്ടുപേരെ കാണിക്കാത്ത എന്താ വെച്ചാൽ മീൽസ് താഴെയും ബാക്കിയുള്ള ഫുഡൊക്കെ മുകളിലുമാണ്. അപ്പോൾ ഇത് 130 റുപ്പീസാണ് കേട്ടോ നമ്മുടെ മീൽസിൻ്റെ റേറ്റ് വരുന്നത്. അത്യാവശ്യം എല്ലാ വിഭവങ്ങളും ഉണ്ട്. സാമ്പാറുണ്ട്, പിന്നെന്താ എല്ലാം ഇருக்கு. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ ഫുഡ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കഴിക്കുക. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ്. അതുകൊണ്ട് ഇവിടെ തന്നെ പപ്പടത്തിൻ്റെ വലിപ്പം കണ്ടോ. ഇത് പപ്പടം അല്ലാന്ന് തോന്നുന്നത്, അപ്പളം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമാണ്. എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി. പിന്നെ പായസം, പായസം രണ്ടാം പായസം, തൈര്, ഉപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുവിധം എല്ലാം.
ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ആര്യാസ്, അതായത് ഹോട്ടൽ ഹാരിയാസ് എന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡ് കേട്ടോ. 130 രൂപയാണ് മീൽസിനുള്ളത്. എല്ലാതരം ഒരുവിധത്തിൽപ്പെട്ട എല്ലാ വിഭവങ്ങളുണ്ട്. പൊന്നി റൈസാണ് കേട്ടോ ഉള്ളത് ഇവിടെ. പിന്നെ എന്താ പറയുക, നല്ല കോർപ്പറേറ്റീവായിട്ട് എല്ലാവരും എന്താ വേണ്ടത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച് നല്ല സമീപനമായിട്ടോ. എങ്ങനെയായിരുന്നു ഫുഡ്? ഫോട്ടോ ഞാൻ എന്തായാലും തമിഴിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തായാലും നല്ല അടിപൊളി എന്താ പറയുക ഫുഡും നല്ല വൃത്തിയും പിന്നെ എന്താ പറയുക നമ്മുടെ കസ്റ്റമേഴ്സിനോടുള്ള സമീപനമൊക്കെ അടിപൊളിയാണ്. ഇവർ വേറെ ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഇവരെ കാണിക്കാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പം ഇറങ്ങാണ്. എന്തായാലും ഇവിടെ കോയമ്പത്തൂർ വരികയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുന്നിൽ ഹോട്ടൽ ആര്യാസ് എന്നാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കുക. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇറട്ടാക്കി മാറ്റിയിട്ട് നമ്മൾ ഓട്ടോയിൽ പോവാണ്. ഓട്ടോയിൽ 700 രൂപ മതി എന്നാണ് പറഞ്ഞത്. മറ്റേത് ഏകദേശം 800-900 രൂപ അടുത്ത് വരുന്നു പറഞ്ഞു. അപ്പോൾ നമ്മളിത് പോവാണ്. എന്തായാലും എല്ലാവരും ഇതാ നമ്മൾ നേരത്തെ ഓടി കയറിയതാ. എടേ കാണുന്നില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ LN കോളേജിലെത്തി. പക്ഷേ LN കോളേജിൽ എത്തി ബാക്കി ആ കാര്യങ്ങൾ വരെ ഓക്കെ ആയി. പക്ഷേ അതിനും ശേഷമുള്ള റൂമിൻ്റെ കാര്യത്തിൽ വലിയൊരു ടാസ്ക് ആയിട്ടോ. കാരണം വേറെ ഒന്നുമല്ല, കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം എക്സാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി റൂം ഫുള്ളാണ്. അപ്പോൾ റൂം ഫുള്ളായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക പെട്ടെന്നുള്ള റൂം അവൈലബിലിറ്റി വളരെ കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ പോലും വലിയ റിസോർട്ടോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. അതിനാണ് ഒട്ടിക്കത്തെ റേറ്റുമാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ LN കോളേജിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് എന്താ പറയുക ഒരു 2 കിലോമീറ്റർ വിട്ടിട്ട് അവിടെ നിന്ന് റൂം അന്വേഷിച്ച സമയത്ത് ഒരു ഹോസ്റ്റലിൽ ഒരു 2 റൂം ഇപ്പോൾ ഒഴിവുണ്ട്. അപ്പോൾ ആ ഒഴിവിലേക്ക് നമുക്കൊരു ആ റൂം അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും കയ്യും കാലും പിടിച്ചതുകൊണ്ടാണ് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളത്. കാരണം വേറെ ഒന്നുമല്ല, കാരണം എന്താ വെച്ചാൽ ഇവിടെ റൂം എടുത്തിട്ട് നല്ല മിസ്യൂസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം മാത്രമാണ് അത് ഇപ്പോൾ അലോ ചെയ്തിരിക്കുന്നത്. അത് അത്രയും കയ്യും കാലും പിടിച്ചതുകൊണ്ട് എന്തായാലും റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ ജെൻസ് ഹോസ്റ്റലാണ്. അപ്പോൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു കട്ടിലുണ്ടാവും, 2 കട്ടിൽ പ്രൊവൈഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് മാത്രം, കാരണം 2 ദിവസത്തെ ആകെ ഇതേ ഉള്ളൂ. പിന്നെ എന്താ റെൻറ്റ് മോസ്റ്റ്ലി കുറവാണ്. കാരണം വെച്ചാൽ 2 ദിവസത്തേക്ക് 3000 രൂപ, 2 പേർക്കും കൂടെ 3000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാണ്ട് വേറെ നിവൃത്തില്ല. എന്നിരുന്നാലും എന്താ പറയുക തമ്മിൽ ഭേദം തൊമ്മൻ പറഞ്ഞ മാതിരി നമുക്ക് ഓക്കെയാണ്. എന്തായാലും ഇത് എന്താ പറയുക നിങ്ങളൊന്ന് അറിയിക്കുക. എന്താ നിങ്ങളെ ഇൻഫർമേഷൻ വെച്ചാൽ എൻ്റെ ഒരു എല്ലാവരും ഇത് അവിടെ ഭയങ്കര തിരക്കിലാണ്. അനുപമ നോക്കൂ, ഭർത്താവ് കഷ്ടപ്പെട്ടിരുന്നു പറയണം. വേറെ ആളുകൾ നിങ്ങളൊരു കാര്യം അറിയേണ്ടതുണ്ട്. ഇനി കല്യാണം കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാണ്. കല്യാണം കഴിക്കുകയാണ് B.Ed കഴിഞ്ഞ ശേഷം കഴിഞ്ഞ കുട്ടികളെ കല്യാണം കഴിക്കുക. അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഇതുപോലെ ഇരിക്കും. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആട്ടോ. അതായത് ഇന്നലെ വന്നതും മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ എന്താ പറയുക സ്റ്റേ ചെയ്തത് ഒരു ചെറിയൊരു ഏരിയയിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് ഇവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങളിപ്പോൾ സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞ് 7 മണിയാവാനായി. കാരണം ഇന്നലെ കിടന്നത് വല്ലാതെ ലേറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പം എക്സാമിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ളതുകൊണ്ട് വളരെ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇന്നലെ വളരെ ലേറ്റ് ആയിട്ടാണ് താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു റൂമിൻ്റെ വലിപ്പവും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അത് കാണിച്ചു തരാം. നേരെ അങ്ങോട്ട് പോയാലോ. പിന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇത് ചെറിയൊരു റൂമായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറേ ഫാമിലീസാണ്. പിന്നെ കേട്ടോ നമ്മുടെ റൂം വരുന്നത് ഇത് ഫസ്റ്റ് റൂമാണ്. ഫസ്റ്റ് റൂം എങ്ങനെയാണ് ഇതിപ്പോൾ ഒരാൾക്ക് താമസിക്കാൻ പറ്റിയതാണ്. ഇത് അവിടെ പല്ലൊക്കെ തേച്ച് വലിയ പല്ലൊക്കെ തേച്ച് വക്കശനം മാറിയില്ല. നല്ല തണുപ്പാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ റൂമിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്. എന്നാലും അല്ലേ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കൊതുകുതിരി കത്തിച്ച് സെറ്റപ്പാ നമ്മൾ ഫുള്ള് സെറ്റപ്പാ. പിന്നെ അതായത് 2ാമത്തെ റൂമാണ്. അവിടെ ഇത് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാറും ബസ്സൊക്കെ ആണെങ്കിൽ അവർ നിർത്തിയിട്ടിരിക്കുന്ന ട്രാക്ടർ പിന്നെ അങ്ങനെ നിലവിലുള്ള പല സാധനങ്ങളുമാണ്. കാരണം അവർ കൃഷിയെ നന്നായി സ്നേഹിക്കുന്ന ആൾക്കാരാണ്. കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ കുറഞ്ഞ ഈ സ്ഥലങ്ങളിൽ പോലും വാഴ പിന്നെ അതേമാതിരി തന്നെ ഇവിടെ താഴത്ത് എന്താ കുഴിച്ചിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. എന്തോന്ന് കുഴിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു മുല്ല കേട്ടോ. മുല്ല ഇതാ കണ്ടോ മുല്ല നിങ്ങൾ കാണുന്നുണ്ട്. മുല്ലേൻ്റെ മൊട്ടാണ് ഇത്. അവിടെ നിന്നിട്ട് അറ്റം വരെ മുല്ല കേട്ടോ. നമ്മളെന്താ ചെയ്യുക, ഒത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വീടോ അങ്ങനെ എന്തെങ്കിലും, ഇതൊക്കെ മുല്ലയാണെന്ന് തോന്നുന്നു. അതെ ഇതൊക്കെ മുല്ലയാണ് കാണുന്ന. അവിടെ വരെ ഉള്ളത് 8 സെറ്റ് മുല്ല കേട്ടോ. പിന്നെ ഈ സൈഡ് നില ഉഴുതിട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇതുവരെ ഒന്നും കുഴിച്ചിട്ടൊന്നുമില്ല. എന്തോ കുഴിച്ചിടാനായിരിക്കും ചിലപ്പോൾ. പിന്നെ ആ കാണുന്ന ഏരിയയിൽ തെങ്ങുണ്ട്. പിന്നെ അതിൻ്റെ നടുവ് കൂടെ വാഴ ഉണ്ട്. ഇവിടെ അങ്ങോട്ട് പരന്ന് കിടക്കാമെന്ന് തോന്നുന്നത്. കാരണം ഇവിടെ വരെ എത്തുന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. പക്ഷേ എന്തായാലും നമ്മളെ നാട്ടിൻ്റെ മാതിരി ഒന്നല്ല.
കാരണം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഏരിയയിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ ആടെ ചെറിയൊരു വീടുണ്ടാക്കി ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള അജണ്ട അറിയുന്നത്. ഒരു 4 സെൻറ്റ് ആണെങ്കിൽ പോലും ആടെ ഒരു വീടുണ്ടാക്കും. ഇത് വാഴത്തോട്ടം കേട്ടോ. ഈ വാഴത്തോട്ടത്തിൻ്റെ നടുവിൽ ചെറിയ 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 അതായത് അധികം വലുതാവാത്ത തെങ്ങ് ഓരോ വാഴത്തോട്ടത്തിൻ്റെ നടുവിലും. പഠിക്കാനുള്ള ടെൻഷനല്ല. പഠിക്കാം ചുമ്മാ പഠിക്കാൻ പോയി ഞങ്ങളെ ആരാ പോയത്? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ഈ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ എക്സാം സെൻറ്ററിലാക്കി കൊടുത്തു. അവിടെ എക്സാം സെൻറ്ററിൽ ഇപ്പോൾ എല്ലാവരും കയറി ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുകളിൽ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മളെ ആവശ്യമാണില്ല. കാരണം വെച്ചാൽ എല്ലാവരും ടീച്ചേഴ്സ് വന്നിട്ട് പറഞ്ഞു, പാരൻസ് അതുപോലെ തന്നെ മറ്റേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ കോളേജൊക്കെ അടിപൊളിയാണ്. കോളേജിൻ്റെ ഒരു ബാക്ക് വശം ഏകദേശം ഒരു പ്രിൻസിപ്പളൊക്കെ ഉള്ള ആ ഒരു ഭാഗത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇവിടെ കണ്ട കാഴ്ച എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും മൃഗങ്ങളെയും എല്ലാവരെയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതൊരു നല്ലൊരു പോസിറ്റീവ് വൈബായിട്ടാണ് കാണുന്നത്. കാരണം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണത ഇവിടെ നോക്കുക നിങ്ങൾ ബാക്ക് സൈഡ് കാണാൻ നിറച്ച് പശുക്കളാട്ടോ. പശുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കന്നുകൂട്ടാന്ന് നമ്മളെ ഭാഗത്തുനിന്ന് പറയുക. അതായത് ഈ നിലൊഴിയുക അതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളതാണ് ഇവർ പശുക്കൾ കേട്ടോ. എന്തായാലും ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ ഇത് കണ്ട നിങ്ങൾ ഈ കാണുന്നത് മുഴുവൻ സാധാ മരങ്ങളല്ല കേട്ടോ. ഈ ഏരിയയിൽ പരന്ന് കിടക്കുന്നത് മുഴുവൻ നിങ്ങൾ വിചാരിക്കുന്നത് സാധാ മരങ്ങളാണെന്ന്. പക്ഷേ അതല്ല. ഇതെന്ന് പറഞ്ഞാൽ മുഴുവൻ മാവാണ് കേട്ടോ. മുഴുവൻ ഈ ഏരിയ മുഴുവൻ കാണുന്നത് മാവാണ്. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒട്ടുമാവ് പോലത്തെ നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമാവ് പോലത്തെ ഒരു മാവാണ്. ഒരു കൃഷി തന്നെയാണ് കേട്ടോ. അതിൻ്റെ മാമ്പഴത്തിൻ്റെ ഒരു കൃഷി തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? സ്വപ്നം കാണാൻ പോലും എനിക്ക് തോന്നില്ല പറ്റുന്നത്. കാരണം അത്ര അടിപൊളിയായിട്ടാണ് അവർ വളർത്തുന്നത്. കാരണം അടുപ്പിച്ച് ഓരോ നമ്മുടെ നാട്ടിൽ കവുങ്ങുള്ള പോലെ തന്നെ അടുപ്പിച്ചാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയാലാണ് ഒന്ന് ആലോചിക്കുക. ഇതുപോലത്തെ ഒരു ഏരിയയിൽ ഇത്രയും ഏക്കർ കണക്കുള്ള സ്ഥലത്ത് എന്താ പറയുക ഇതുപോലത്തെ ഒരു സെറ്റ് ചെയ്യാൻ അറിയുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റും. അവരെന്താ അതാ ലോങ്ങിലുണ്ട് കേട്ടോ മയിൽ. കാരണം ആ മയിലാ പെൺമയിലാണോ ആൺമയിലാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഒന്ന് പോയി നോക്കാം. അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്ര നേരം ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കാട്ടിലേക്ക് മടങ്ങണമെന്ന് അറിയില്ല കേട്ടോ. ആ ഏരിയയിലായിരുന്നു ഞാൻ കണ്ടത്. ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയോന്നൊന്നും അറിയില്ല. നോക്കട്ടെ. നിങ്ങളെ ദൂരത്ത് നിങ്ങൾ കാണുന്നുണ്ടോ? അതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാട്ടോ. ഞാനൊന്ന് പോയി നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. അതാ സോറി എനിക്ക് കാണിക്കാൻ പറ്റില്ല. അത് ഇങ്ങോട്ടോ പോയത്. നല്ല അടിപൊളിയായി ചിറക്ക് പിടിച്ച് പറത്തിയിട്ടുള്ള ഒരു മയിലായിരുന്നു കേട്ടോ. ഇവിടെ നിറച്ച് കാടാട്ടോ. ഉണ്ടോ? ഇവിടെ നിറച്ച് കാടാണ്. ആ കാടിൻ്റെ ഉള്ളിലാട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. കാടെന്ന് പറയാൻ പറ്റില്ല. വളരെ സെറ്റ് ചെയ്തിട്ടില്ലേ ഒരു നമ്മുടെ കോളേജിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു അമ്പലമാട്ടോ. അത് എന്തല്ലേ വലിയ പ്രതിഷ്ഠയൊക്കെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മാതിരിയൊന്നല്ല. ഇവിടെ എന്താ പറയുക പുറത്ത് ഇവിടെ മുനിയമ്മുണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. വലിയ പ്രതിഷ്ഠയാണ്. പിന്നെ അതിനേക്കാൾ മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് അതായത് അതിൻ്റെ തൊട്ട മുന്നിലായിട്ടുള്ളതാ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു നന്ദികേശൻ കണ്ടോ. നന്ദികേശൻ ഒന്ന് കാണിച്ചു തരാം. സ്വന്തം നന്ദികേശനാട്ടോ. അവരെ ഇതിപ്പോൾ ഞാൻ ഇത്രയും വലിയൊരു നന്ദികേശൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അടിയിലൊന്ന് മെൻഷൻ ചെയ്യണം. അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആകെ ഒരൊറ്റ എന്താ പറയുക നന്ദിയേ ഉള്ളൂ ഇത്രയും വലുതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേരെന്നെ വരുന്നത് നന്ദിയമ്പലം എന്നല്ലേ അല്ലേ? നന്ദിമഠം എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ശരിക്കും ഇതിലൊരുപാട് ദൈവങ്ങളുണ്ട്. ഇവിടെ ശ്രീ ദേവി, അതായത് ഇത് ദേവീക്ഷേത്രമാണ്. മെയിനായിട്ട് ദേവീക്ഷേത്രമാണ് വരുന്നത്. പിന്നെ നന്ദി വരുന്നത് ശരിക്കും ദേവീൻ്റെ മുന്നിലാട്ടോ. ദേവീൻ്റെ മുന്നിലാണ്. പിന്നെ ഇവിടെ വരുന്നത് ഇതും എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ ദേവിയാണെന്നാണ്. ക്ഷമിക്കണം, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഇത് ദേവിയായിട്ടാണുള്ളത്. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ ഹനുമാൻ സ്വാമി ഉണ്ട്. ഹനുമാൻ സ്വാമീൻ്റെ മുന്നിൽ നന്ദി ഉണ്ട് കേട്ടോ. ഹനുമാൻ സ്വാമി ശ്രീ ആഞ്ജനേയ എന്ന രീതിയിൽ നല്ല എന്താ പറയുക ഒരു നമ്മളെവിടെയും അതായത് കേരളത്തിലെവിടെയും കാണാത്തൊരു പ്രതിഷ്ഠ. അതായത് ഇങ്ങനെ തന്നെ എല്ലാ സ്ഥലത്തും. അതായത് നന്ദികേശൻ നമ്മുടെ ദേവീൻ്റെ മുന്നിലല്ല മാത്രമല്ല ഉള്ളത്. ഒരു വിധത്തിൽപ്പെട്ട എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇതിൻ്റെ മുഴുവൻ നന്ദിയുടെ മുഴുവൻ ഫോട്ടോ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഒരു പ്രത്യേക ഒരു വൈബാട്ടോ ഇവിടെ. കാരണം നല്ലൊരു രസമായിട്ടുണ്ട് ഇവിടെ. കാരണം ഒരു നല്ലൊരു പോസിറ്റീവ് വൈബാണ്. ഓക്കെ, അതാണ് നന്ദിയുടെ മുഴുവനായിട്ടുള്ള. ഇച്ചിരി ബാക്കിൽ എടുത്തുതരാൻ പറ്റും നോക്കട്ടെ. വലിയ നന്ദി കേട്ടോ, വലിയ നന്ദിയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ശനീശ്വരനുണ്ട്. അവരൊക്കെ അവിടെ തൊഴാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ഇവിടെ തൊട്ട മുന്നിലായിട്ട് ഇവിടെ വരുന്നത് ഗണേശനാണ് കേട്ടോ. ഗണേശൻ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഗണേശനുണ്ട് ഇവിടെ. ഗണേശൻ. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ എല്ലാ പ്രതിഷ്ഠയും ഒരു വിധത്തിൽപ്പെട്ട എല്ലാ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ അയ്യപ്പനുണ്ട്. നമ്മുടെ അയ്യപ്പനെ തന്നെ എന്താ പറയുക പുലിവാഹനായിട്ട് തന്നെ അടിപൊളി ഇതായിട്ട് തന്നെയാണ് ഒരു പ്രതിഷ്ഠയാക്കിയിട്ടുള്ളത്. അയ്യപ്പനുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ
ഇവിടെ ഉള്ളത് ഇവിടെ മുരുകൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. മുരുകനുണ്ട്, മുരുകൻ. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടെ നമ്മുടെ ശനീശ്വരനാണ്, അതായത് നമ്മുടെ ശനിദോഷത്തു നിന്ന് മാറാനും ഒക്കെ ശനീശ്വരൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അമ്മ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ആനന്ദശയനത്തിൽ വാഴുന്ന നമ്മുടെ സ്വന്തം അതായത് എനിക്ക് തോന്നുന്നു എൻ്റെ സംശയം വിഷ്ണുവാണ്, ആനന്ദശയനത്തിൽ വാഴുന്ന വിഷ്ണുവാണ് കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ദൈവങ്ങളും ഉപദൈവങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ശരിക്കും സ്ഥലം വരുന്നത് നവകര കേട്ടോ. നവകരയിൽ വരുന്ന നന്ദിയമ്പലം തന്നെയാണ് അറിയപ്പെടുന്നത് കേട്ടോ, നന്ദിയമ്പലം. പിന്നെ ഇവിടെ വരുന്നത് ലാസ്റ്റായിട്ട് വരുന്നത് ശിവനാണ്. സർ ഇത് ശിവൻ അതായത് ഇത് നമ്മുടെ നന്ദീശ്വരനാണ്, ശിവനാണ്. ഇത് അമ്മാവാണിത്. ഇത് നമ്മുടെ എന്താ പറയുക ആചാര്യൻ, അങ്ങ് പേരെന്നാ? രാമാനന്ദമൂർത്തി സ്വാമി എന്നാണ് പിന്നെ പേര് വരുന്നത്. എവിടെ സ്ഥലം? ഇവിടെ തന്നെയാണോ പ്ലേസ്? സ്വന്തം. ഇത് ഉങ്ക താനേ സ്വന്തമാണ്. ഇത് എங்கே ടെമ്പിൾക്ക് പേര് മലയാള ദേവി ദുർഗാ ഭഗവതി. എനിക്ക് നന്ദി ഇവിടെ ഇന്ത്യയിൽ ഒന്നേ ഉള്ളൂ, ഉലകത്തിലേ ഒന്നേ ഉള്ളൂ. ഉലകത്തിലെ ഒരു നന്ദി എത്രയും വലുത് നന്ദിയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ നന്ദികേശൻ്റെ ഒരു വലിയൊരു പ്രതിമ ഇവിടെ ഇപ്പം നിലവിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഉലകത്തിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് നന്ദി പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ. നമ്മളിപ്പം കുറച്ച് മുന്നേ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷേൻ്റെ അടുത്തും ഒരു നന്ദി ടെമ്പിൾ നന്ദീനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര വലുതല്ല, ഒരു പരിധി വരെ അത്ര ചെറുതായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്. എത്ര ഹൈറ്റ് വരുന്നത്? 31 അടിയാണ് ഉയരം വരുന്നത്. അത് അത്രയും നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം അത്രയും വലിപ്പമുള്ള ഒരു എന്താ പറയുക ഒരു നന്ദികേശൻ തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരിക കേട്ടോ, കാരണം വന്ന് കാണുക. കാരണം ഇവിടെ ഇപ്പം ഇത് വരുന്നത് നവകരയല്ലേ, നവകരയിലുള്ള നന്ദി ടെമ്പിളാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ എന്താ പറയുക കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ അവൾക്ക് എക്സാം എഴുതി തിരിച്ച് വരുന്നതിന് മുമ്പ് പോയി ഭക്ഷണം ഒന്ന് മേടിച്ചോണം, ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് എന്തോ പരിപാടി അവർക്ക് എന്തോ സബ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ യാത്രയാവുകയാണ്, കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ടല്ലോ. അപ്പോൾ അല്ലേ നമ്മൾ ഫുഡൊക്കെ വാങ്ങി, പിന്നെ എന്താ പറയുക കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് പ്രിൻ്റ് കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കാണില്ലേ. അപ്പോൾ നഗരേടൻ്റെ കയ്യിലുണ്ട് ഫുഡ് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഒരു കയ്യിൽ തന്നെയാണ് ഫോട്ടോസ്റ്റാറ്റ് ഉള്ളത്. പിന്നെ 2 ഡബിൾ സ്റ്റിക്കർ 3 ഡബിൾ സ്റ്റിക്കർ വാങ്ങി. ഇവിടെ ഡബിൾ സ്റ്റിക്കറൊന്നും കിട്ടില്ല. ഡബിൾ സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിട്ടോ. തിരിച്ച് റൂമിൽ പോയതും വന്നതും ഒന്നും കാണിച്ചിട്ടില്ല, കാരണം അത് ഒരുപാട് ലോങ് വീഡിയോ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പം ഇവിടെ കുറച്ച് നേരമായിട്ട് എത്തി ഫ്രഷായി. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് എന്താ പറയുക ചായ ഓൾറെഡി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് രാത്രിക്കുള്ള ഫുഡ് കഴിക്കണം. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത്. അതും ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകട്ടെ. അപ്പം എപ്പം കഴിക്കാൻ പോയാൽ മാത്രമേ ഫുഡ് കിട്ടുള്ളൂ, കാരണം ഈ ഏരിയ ഒന്നും അറിയാത്തത് കൊണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ കഴിച്ച സ്ഥലം തന്നെ കേട്ടോ, ശ്രീ സായി ഭവൻ. നല്ല ഫുഡാട്ടോ ഇവിടെ ഉള്ളത്. നമ്മുടെ ഇവിടെ കയറാൻ വേണ്ടി പോവാണ്. പിന്നെ ഇവിടെ നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇവിടെ നല്ല വൃത്തിയും അത്യാവശ്യം നല്ല രീതിയിലുള്ള വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ് കേട്ടോ. ഇതാണല്ലോ അതിൻ്റെ അടുക്കളയും ഒക്കെ അടിപൊളിയാണ്. ഇത് കണ്ടിട്ടാണ് ഇന്നലെ എങ്ങനെയാണല്ലോ ഇന്നലെ 1 മണി. ഇവിടെ നമ്മളെ പുതിയൊരു സബ്സ്ക്രൈബറെ കിട്ടിയില്ല, അവർ ഹായ് പറഞ്ഞു. വെള്ള ചട്നി, സാമ്പാർ, ചോക്ലേറ്റ്. പ്ലെയിൻ ദോശ. പ്ലെയിൻ ദോശ എനിക്ക് ഇതല്ലേ മഷ്റൂം ഇവിടെ. കുഞ്ഞാപ്പി എങ്ങനെയുണ്ട്? രസം ഉണ്ടാവും. ഇത് ആദ്യമായിട്ട് കഴിക്കാൻ മഷ്റൂം രസം ഉണ്ടാവും. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എന്താ അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട്, അതായത് ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ റൂമിലെത്തി. ഞങ്ങൾ കുറച്ച് ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ടുണ്ട്, വെള്ളം വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ 2-3 പലഹാരപ്പൊതികളൊക്കെ വാങ്ങി. 3 വാങ്ങി.
അത് നമ്മളെ നല്ലതായിട്ട് ഒക്കെ വേണ്ടായിട്ട് തന്നാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നാളെ വിശേഷങ്ങൾ. നാളെ ഈ കോയമ്പത്തൂരിനോട് ഞങ്ങൾ ഗുഡ് ബൈ പറയാണ്. എന്തായാലും ഇനി എക്സാം ഉണ്ട്. അപ്പോൾ എക്സാമിന് ഇനി വരുള്ളൂ. നമുക്ക് നാളെ കാണുന്നവരെ അല്ലേ. ബൈ. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കോയമ്പത്തൂരിലെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോയമ്പത്തൂരിലെ ലാസ്റ്റ് ഡേ ആട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അവളെ വൈവ എക്സാമാണ്. അപ്പോൾ വൈവ എക്സാമും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകും. അപ്പോൾ ഇന്ന് ഞാൻ ഒക്കെ സെറ്റായി. അതായത് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു ചെറിയൊരു പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നേരെ കോളേജിലേക്ക് പോകും. ഇവിടെ ഓട്ടോ വരും, ഓട്ടോയിൽ അവർ പിക്ക് ചെയ്തിട്ട് പോവുക ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഇതും കൂടെ കഴിഞ്ഞ് ബാക്കി എങ്ങനെയാണ് പോകണതൊന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ട്രെയിനിലാണോ ബസ്സിലാണോ അതൊക്കെ അതിൽ പതിയെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിന്ന് നേരെ എന്താ പറയുക കോളേജിലേക്ക് പോയി അവിടുന്ന് എക്സാം കഴിഞ്ഞ് നേരെ തിരിച്ചു പോകും കേട്ടോ. ഫ്രണ്ട്സ്, രണ്ടാമതും വീഡിയോയിൽ വന്നതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ഏറ്റവും ബാക്കിലായിട്ട് ഒരു റെഡ് ഒരു മാക്സി അല്ലെ നൈറ്റ് ഇട്ടിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. സോറി കേട്ടോ, നല്ല വെയിലാണ്. അപ്പോൾ അവരാട്ടോ ഇത് വെച്ച് പിടിപ്പിക്കുന്നത്. ഈ മുല്ലേൻ്റെ തൈകളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് അവരാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഓണറുടെ സ്ഥലമാണെങ്കിലും അവർ റെൻറ്റിന് എടുത്തിട്ട് മുല്ലപ്പൂ ഇവിടെ മുല്ലേൻ്റെ കൃഷി നടത്തുകയാണ് കേട്ടോ. ഇത് ഡെയിലി പറിച്ചു പോകുന്ന പറഞ്ഞ വ്യാപാരം അവിടേക്ക് പറിച്ചു പോകുന്നതാണ് പറഞ്ഞത്. കാരണം നമ്മുടെ നാട്ടിലേക്കും എല്ലാ നാട്ടിലേക്കും പോകുന്നത് ഇവിടെ മൊത്തമായിട്ട് ഇവിടുന്ന് പോകാമെന്നല്ല പറയുന്നത്, നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ഇവരെ തന്നെയാണ്. പക്ഷേ அதுக்கு என்ன பிரமாதம் இருக்கு, நல்லா இருக்குது. ഞാൻ എൻ്റെ വീടിയാണോ പണിയാണോ? ഞാൻ ബാങ്കിൽ വർക്ക് பண்ணு ബാങ്കിൽ. ഹായ്, ഇത് മുല്ലേൻ്റെ തൈ കേട്ടോ. എൻ്റെ വീടെടുപ്പം തന്നിട്ടുണ്ട്. ഇതാണ് ആ പൂ, നല്ല സ്മെല്ല് കിട്ടോ. നല്ല സ്മെല്ല്. ഇത് അവർ തന്നതാണ് നിങ്ങൾക്ക്. അവരവിടെ നോക്കുന്ന ആൾക്കാരാണ്, ഇത് വളർത്തുന്നതാണ്. പറയില്ല കൃഷിയാന്നുള്ളത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ തന്നതാണ്. അല്ലേ, ഓക്കെ, ഇഷ്ടമായി. അതല്ലേ, നല്ല മണമുള്ളതാണ്. നല്ല ആൾക്കാരാട്ടോ. കാരണം വെച്ചാൽ ഒരു ഇതുമില്ലാതെ അവർ എന്താ പറയുക നമുക്ക് ആ തൈ തന്നു. നല്ല മണം കിട്ടും. ഞാൻ ആദ്യം വിചാരിച്ചു മണമില്ലാന്ന്, പക്ഷേ നല്ല മണമുള്ള മുല്ലാണ് കേട്ടോ. കുറേ ഉണ്ട് ഇതുപോലെ. ഇവിടെ കുറേ അവർ കുറേ പാട്ടത്തിനെടുത്തിട്ട് കുഴിച്ചിട്ട് അവർ ഒരു ബിസിനസ്സാണ് തോന്നുന്നത്. അത് കോയമ്പത്തൂരിൽ രാവിലെ പറിച്ചു പോകുന്നതാണ്. അവരെന്തൊക്കെയാ താല്പര്യം 7 ദിവസം കൊണ്ട് ആവുന്നത്. എന്തായാലും ഞങ്ങൾ ബാക്കിയുള്ള പരിപാടി നടത്താം. ഞങ്ങൾ ലാസ്റ്റ് ഡേ ആട്ടോ എക്സാമിൻ്റെ. ഇന്ന് വൈവ എക്സാമാണ്. അപ്പോൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഫുഡൊന്നും കിട്ടില്ല. ഇവർ പോയി വാങ്ങിക്കൊണ്ടുവരലാണ് അധികം. അപ്പോൾ രാവിലത്തെ ഫുഡ് പരിപ്പ് വരി ചായ. ഉங்கள் പേര് സഞ്ജയ്. നമ്മളെ ദേവാ സഞ്ജയ് അവർ തന്ന മാങ്ങയാട്ടത്. പിന്നെ മാങ്ങയുടെ പേരെന്താ? അവിടെ മുകളിലൊരാളുടെ കേട്ടോ. അവിടെ കാണുന്നുണ്ടോ? അതൊരാളുടെ പേരെന്താ? വിഘ്നേഷ്. അവർ 3 പേരാണ് ഇപ്പോൾ ഇവിടെ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാവ് മാങ്ങ എന്നാണ് അതിൻ്റെ പേര്. ബ്ലഡ് വന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് ബ്ലഡ് വന്നിട്ടാണ്. ഓ, താങ്ക് യു. 2 മാങ്ങ വലുത്. ഇതേ യൂട്യൂബിൽ വരും. ആ, ഫ്രണ്ട്സ്, ഞങ്ങൾ 2 ഡേയ്സ് അപ്പോൾ കഴിഞ്ഞു. 2 ദിവസം കറക്റ്റ് പറഞ്ഞാൽ 3 ദിവസം. അപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരെ കാണിച്ചു തരാം. ഇവിടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. കാണിച്ചു ഇവിടെ പോയി. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. അവരെയും കൂടെ ബാക്കിൽ ഇതാ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരോടും ഞാൻ ടാറ്റ പറയാം. നമ്മളെ കഴിഞ്ഞു. അപ്പം ഇവിടെ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ ഇവിടെ വാങ്ങാണ്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.